നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ച് സംസാരിക്കാം. പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ചരിത്രം, അതിനുശേഷം പ്രതിരോധ പട്ടിക, അതിനുശേഷം പ്രതിരോധ പട്ടികയിലുള്ള ഓരോ വാക്സിനുകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. മനുഷ്യ ചരിത്രം നോക്കിയാൽ പണ്ടൊക്കെ ഒരുപാട് തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇവിടെ ഒരുപാട് ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കി പോവുകയായിരുന്നു. നമുക്കറിയാം, വസൂരി, പ്ലേഗ്, കോളറ, അതുപോലെ തന്നെ അഞ്ചാം പനി, കൊക്കക്കൊര, ക്ഷയരോഗം, ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ലോക ജനതയെ മുഴുവൻ ആഞ്ഞു വീശിയടിക്കും കൊടുങ്കാറ്റ് പോലെ കുറേയേറെ പേര് മരിക്കും. കുറച്ച് നാൾ കുഴപ്പമുണ്ടാവില്ല, വീണ്ടും വരും. അങ്ങനെ ആയിരുന്നു. അതിനൊരറുതി വന്നത് വാക്സിൻ്റെ കണ്ടുപിടുത്തത്തോടെ. എന്നാണ് വാക്സിൻ കണ്ടുപിടിച്ചത്? 220 വർഷങ്ങൾക്കപ്പുറത്ത് 1797 എഡ്വേർഡ് ജെന്നറാണ് വസൂരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് തന്നെ പല രാജ്യങ്ങളിലും മറ്റൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. വസൂരിക്കെതിരെയുള്ള കുത്തിവയ്പ്പിന് മുമ്പ് ടീക്ക എന്നൊക്കെ പറയും, വേരിയോളേഷൻ എന്നൊക്കെ പറയും. ഇതര സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ഫലപ്രദമായിട്ടൊരു വാക്സിൻ വന്നത് എഡ്വേർഡ് ജെന്നറിൻ്റെ വസൂരിക്കെതിരെയുള്ള വാക്സിനാണ്. അന്ന് നമ്മൾ രോഗാണുക്കളെ കുറിച്ചൊന്നും അറിവില്ലാത്തൊരു കാലഘട്ടമാണ്. രോഗാണു സിദ്ധാന്തം എന്നൊക്കെ വന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ്. അന്ന് വാക്സിൻ വന്നു. സത്യത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ആ നൂറ്റാണ്ടിപ്പുറം കഴിഞ്ഞപ്പോൾ 1803 4 ഒക്കെ ഇന്ത്യയിൽ, ബോംബെയിൽ വാക്സിൻ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. അവിടെയാണ് വാക്സിൻ വന്നതെങ്കിലും ഒരുപാട് എതിർപ്പുകൾ നമ്മൾ വാക്സിനെതിരെ ഉണ്ടാവുകയും കുറേ കാലം കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാതെ, നൂറ്റാണ്ടുകൾ തന്നെ ഉപയോഗിക്കാതെ പോവുകയുമായിരുന്നു. പിന്നീട് നമ്മളെ 1950കളിലൊക്കെയാണ് ഈ വസൂരി നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാമെന്നൊരാശയം വന്നത്. കോടിക്കണക്കിന് ആളുകളാണ് ആ കാലഘട്ടത്തിലൊക്കെ വസൂരി കൊണ്ട് മരണപ്പെട്ടതെന്ന് ഓർമ്മിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യൻ സയൻറ്റിസ്റ്റിൻ്റെ അവിടെയുള്ള മിനിസ്ട്രിയാണ് അതിന് കൂടുതൽ മുൻകൈ എടുത്തതെന്ന് പറയാം. അതെന്തുകൊണ്ടാണ് വസൂരി നിർമ്മാർജ്ജനം ചെയ്യാമെന്നുള്ള ആശയം വന്നതെന്ന് വെച്ചാൽ, ഇതര രോഗാണുക്കളെ പോലെ ഈ രോഗത്തിന് മനുഷ്യരിലല്ലാത്ത മൃഗങ്ങളിലൊന്നും ഈ രോഗമില്ല. നമുക്ക് അറിയാം, കൊറോണ വൈറസ് മറ്റ് മൃഗങ്ങളിൽ മറ്റൊരു രീതിയിൽ ഉണ്ട്. മനുഷ്യൻ മാത്രമേ വൈറസ് വസൂരിയുള്ളതുള്ളൂ. പിന്നെ അതിന് ഈ പറഞ്ഞ മാതിരി മൊസ്കിറ്റോ അല്ലെങ്കിൽ മറ്റൊരു പ്രാണി ഒന്നും അതിൻ്റെ ഇടയിലില്ല. കാരണം മലേറിയ നമുക്ക് എന്തുകൊണ്ടാണ് തടയാൻ പറ്റാതിരിക്കുന്നത്? അവിടെ നമ്മൾ കൊതുകുകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാലും പോവാത്ത രീതിയിൽ കൊതുകുകൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത്തരത്തിലൊരു വെക്റ്റർ ഇടയിലുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. വസൂരിയെ സംബന്ധിച്ചിടത്തോളം അതില്ല. മൂന്നാമത് ഒരു വാക്സിൻ ഉണ്ട്. എന്തുകൊണ്ട് നിയന്ത്രിച്ചുകൂടാ എന്നുള്ള ആശയത്തിൽ നിന്നാണ് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ള ഒരാശയമായിട്ട് വന്നത്. അതിനിപ്പുറമുള്ള 1-2 പതിറ്റാണ്ടുകൾ കൊണ്ട് ലോകം മുഴുവൻ ഈ വാക്സിൻ കൊടുക്കുകയും ആദ്യമായിട്ട് തന്നെ വിജയഗാഥ 1977 ലോകത്തെ അവസാനത്തെ വസൂരി കേസും ഉണ്ടായി. അതിനിപ്പുറം 3 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1980 വസൂരി നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ടായി.
വസൂരി നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ ഇതിൻ്റെ വൈറസിനെ മുഴുവനായിട്ടും നശിപ്പിച്ചില്ല. ലോകത്ത് 3 ഇടങ്ങളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിത്ത് പോലെ. അപ്പോൾ അമേരിക്കയിലും റഷ്യയിലും UK-യിലും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു സംഭവം ഉണ്ടായി. ഈ ലാബറട്ടറിയിൽ വെച്ചിരുന്ന വൈറസ് അറിയാതെ 1-2 ആളുകൾക്ക് പകരുകയും അതിനുശേഷവും 1-2 ആളുകൾക്ക് വസൂരി ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലാബിൽ നിന്നായതുകൊണ്ട് അവസാനത്തെ കേസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം അവർ ബ്രിട്ടനിൽ അത് സൂക്ഷിക്കുന്നത് നിർത്തി. ഇപ്പം ലോകത്ത് 2 ഇടങ്ങളിൽ ഈ വൈറസ് ബാക്കി നിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെയെങ്കിലും ഇത് വാക്സിൻ ഈ മിലിറ്ററിയിലൊക്കെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ കലഹരണപ്പെട്ടു പോയ ഒരു രോഗത്തിൻ്റെ കഥയാണ് വസൂരിയുടെ കഥ. ഈ വസൂരിയുടെ കഥ പറയുമ്പോൾ നമ്മുടെ സാഹിത്യത്തിലൊക്കെ ഇതേക്കുറിച്ചുള്ള പല നോവലുകളും പകർച്ചവ്യാധികളൊക്കെ പലപ്പോഴും നമ്മുടെ വായനയുടെ എഴുത്തുകാരുടെ ഒരു പ്രലോഭനമായിട്ടുണ്ട്, പറയുന്ന വിഷയമായിട്ടുണ്ട്. നമ്മളെ MT വാസുദേവൻ നായരുടെ നോവല് അസുരവിത്ത്, അതുപോലെ തന്നെ ചില കോളറ പ്രതിപാദ്യമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മളെ വസൂരിയെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഭയപ്പെടാനുള്ളത്, നമ്മളാരും ഇപ്പോൾ വസൂരിക്കെതിരെ പ്രതിരോധമുള്ളവരല്ല. എന്തെങ്കിലും ഒരു കാലത്ത് വസൂരിയുടെ കാര്യം ഇവിടെ വന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെല്ലാവരും അതിനടിപ്പെടും എന്നുള്ളതാണ് ഒരു രസകരമായിട്ടൊരു കാര്യം. ഞാൻ പറഞ്ഞത് 220 വർഷം മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്സിൻ. അതിലിപ്പുറം നമ്മൾ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിൽ വാക്സിനുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് 1890 ആവുമ്പോൾ ഇവിടെ പ്ലേഗ് വാക്സിൻ, കൊളറ വാക്സിനൊക്കെ നമ്മൾ കൽക്കറ്റയിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഉണ്ടാക്കിയിരുന്നത് മാത്രമല്ല, അത് പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു ചരിത്രം നമുക്ക് അഭിമാനിക്കാവുന്നതായിട്ട് ഉണ്ട്. അത് വാക്സിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഡിഫ്തീരിയ പോലുള്ള അസുഖങ്ങൾക്ക് അത് വാക്സിൻ അല്ലാത്ത സീറം ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ബ്രിട്ടീഷ് രാജകുമാരിക്ക് ഡിഫ്തീരിയ വന്നപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി ഡിഫ്തീരിറ്റിക് സീറം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ മരിച്ചുപോയി. അതിനിപ്പുറമാണ് രാജകുടുംബങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരുമ്പോഴാണല്ലോ പല കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വാക്സിനേഷൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം 1911 ആവുമ്പോഴാണ് ഈ ഡിഫ്തീരിയക്കെതിരെ വാക്സിൻ വരുന്നത്. ഡിഫ്തീരിയ ടോക്സോയിഡ് എന്ന് പറഞ്ഞൊരു വാക്സിൻ അതാദ്യം വരുന്നു. പിന്നെ ഏതാണ്ട് കഴിയുമ്പോഴത്തേക്ക് 2 വാക്സിനുകൾ കൂടി വരുന്നു. ഒന്ന് കൊക്കക്കൊരക്കുള്ളത് പെർട്ടൂസിസ് എന്ന് പറയും, മറ്റൊന്ന് ടെറ്റനസിനുള്ളത്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും എല്ലാവർക്കും ട്രിപ്പിൾ വാക്സിൻ, DPT വാക്സിൻ എന്ന് പറയും. ആ വാക്സിൻ ഇത് 3 കൂടി സംയോജിപ്പിച്ചതാണ്. ഡിഫ്തീരിയ ടോക്സോയിഡ്, ടെറ്റനസ് ടോക്സോയിഡ്, പെർട്ടൂസിസ്, DPT. അത് ഏകദേശം 1920 ആകുമ്പോഴത്തേക്കും ഇറങ്ങി. അതുപയോഗിച്ചുകൊണ്ട് പിന്നീട് വരുന്ന 2 പതിറ്റാണ്ടുകൾ കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും കൊക്കക്കൊരയും ടെറ്റനസും ഇതൊക്കെ വളരെ കുറഞ്ഞു വന്നു. ഇപ്പം നമ്മുടെ അടുത്തേക്ക് അത് വരുന്നതിന് മുമ്പെയാണ്. അതിനുശേഷം 1920-30 ആകുമ്പോഴത്തേക്ക് മറ്റൊരു വാക്സിൻ ഇറങ്ങി. അതാണ് BCG വാക്സിൻ, ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. അതൊരു പുതിയൊരു രീതിയിലാണ് പ്രയോഗിച്ചത്. നമ്മൾക്കറിയാം സ്മോൾ പോക്സ് വാക്സിൻ എന്ന് പറയുന്നത് കിൽഡ് വാക്സിനാണ്. വൈറസ് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അന്ന് വൈറസ് ഒന്നും അറിയില്ലെങ്കിൽ പോലും അങ്ങനെയാണ് വൈറസ്. വാക്സീനിയ വൈറസ്, അത് കൗപോക്സ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൗപോക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ വൈറസിനെ നശിപ്പിച്ച രീതിയിലാണ്. അതേ രീതിയിലാണ് DPTക്കകത്ത് കൊക്കക്കൊരയുടെ ബാക്ടീരിയ കില്ലാണ്, മറ്റത് രണ്ടും ടോക്സോയിഡ് എന്ന് പറയും. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് ടോക്സിൻ. ആ ടോക്സിൻ്റെ
ആ വിഷമുള്ള കഴിവ് പോവുകയും പ്രതിരോധശേഷി ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ടോക്സോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടോക്സോയിഡും ഒരു കിൽഡ് വാക്സിനും കൂടിയിട്ടുള്ളതാണ് ട്രിപ്പിൾ വാക്സിൻ. അതിനുശേഷമാണ് BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ വരുന്നത്. ഈ വാക്സിൻ്റെ പ്രത്യേകതയുള്ളത് അത് ലൈവ് അറ്റീനുവേഷൻ എന്നുള്ളൊരു തന്ത്രം. എന്തെന്നാണ് ലൈവ് അറ്റീനുവേഷൻ? നമുക്കറിയാം ക്ഷയരോഗമാണ് രോഗം ഉണ്ടാക്കും. ഈ രോഗാണുവിനെ ഉണ്ടാക്കാനുള്ള കഴിവ് നശിപ്പിക്കുകയും അതേസമയം പ്രതിരോധശേഷി ഉണർത്താനുള്ള കഴിവ് ബാക്കി വെക്കുകയും ചെയ്യാം. അതെങ്ങനെ സംഭവിച്ചു? അതെന്താ ചെയ്തത്? നമുക്കറിയാം 101 ആവർത്തിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ക്ഷയരോഗാണുവിനെ ഒരു പാത്രത്തിൽ വെച്ച് വളർത്തുക, കൾച്ചർ മീഡിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് പിന്നെയും എടുത്തു, പിന്നെയും വളർത്തി. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നെയും എടുത്തു, പിന്നെയും വളർത്തി. അങ്ങനെ ആയിരക്കണക്കിന് തവണ 13 വർഷമെടുത്തുകൊണ്ട് ഇങ്ങനെ സബ് കൾച്ചർ ചെയ്ത് ഒടുവിൽ എടുക്കുന്ന രോഗാണു എടുത്ത് നോക്കിയപ്പോൾ അതിന് രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെടുത്തുകൊണ്ടാണ് വാക്സിനായിട്ട് ഉപയോഗിച്ചത്. ലൈവ് അറ്റീനുവേറ്റഡ്, രോഗാണുവിന് വളരാനും മൾട്ടിപ്ലൈ ചെയ്യാനുമുള്ള കഴിവുണ്ട്, രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പം അത്തരത്തിലുള്ള TB രോഗാണുവാണ് BCG. അങ്ങനെ 930 ആകുമ്പോഴത്തേക്ക് BCG പ്രയോഗിച്ചു. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു വേണ്ടതുപോലെ വേവാതെ, ആ കാലഘട്ടത്തിലൊക്കെ വളരെ ക്രൂഡായിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലേ, വാക്സിനിൽ കുറച്ച് ക്ഷയരോഗാണുക്കൾ ശരിക്കങ്ങ് കൂടി, അറിയാതെ പെട്ടുപോയതാണ്. അപ്പോൾ അത് BCG അന്നൊക്കെ വായിലൂടെ കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. കുറെ കുട്ടികൾക്ക് ക്ഷയരോഗം സംഭവിക്കുകയുണ്ടായി. ജർമ്മനിയിലാണത്, ലുബക്ക് ഡിസാസ്റ്റർ എന്ന് പറയും. അങ്ങനെ അത് വലിയ കോലാഹലം ഉണ്ടാവുകയും പിന്നീട് 10-20 കൊല്ലത്തേക്ക് BCG ഉപയോഗിച്ചതേയില്ല. അത് കഴിഞ്ഞ് 40കളിൽ വീണ്ടും BCG ഉപയോഗിക്കാൻ തുടങ്ങി. അതിലിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിന് ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് എത്രമാത്രം ഈ TB നിയന്ത്രിക്കാൻ ഗുണം ചെയ്യുന്നു. ചില പഠനങ്ങളിലൊന്നും വലിയ ഗുണം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ മറ്റിടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. ഇപ്പോൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും BCG വാക്സിൻ ചിലപ്പം കൊറോണക്കെതിരെ ഗുണം ചെയ്യും എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. എന്തായാലും BCG വാക്സിൻ നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അതാണ് പറഞ്ഞത് 30കളിൽ, 1930കളിൽ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം കാര്യം, പോളിയോക്കെതിരെ എത്രയോ ആളുകളെ കൊന്നെടുക്കുന്ന പോളിയോ ഈ 1910-20 കാലഘട്ടത്തിൽ അമേരിക്കയിൽ എത്രയോ ആളുകൾ, പോളിയോ കുട്ടികൾ മരണപ്പെടുകയും അതിനുശേഷം വികലാംഗം ആവുകയും ചെയ്തു. ഇന്ത്യയിലും ആ കാലഘട്ടത്തിലൊക്കെ എത്രയോ കുട്ടികൾ വികലാംഗരാവുകയാണ് പോളിയോ കൊണ്ട്. അത്തരത്തിൽ അന്ന് ഈ പോളിയോക്കെതിരെ വാക്സിനേഷൻ വരാൻ മറ്റൊരു കാരണം ഉണ്ടായി. നമ്മളെ അമേരിക്കൻ പ്രസിഡന്റിന് തളർച്ച വന്നു. അത് പോളിയോ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് ഇത്തിരി സംശയമുള്ള കാര്യമാണെങ്കിലും പാരാലിസിസ് വന്നതോടുകൂടി ഇതിനെതിരെയുള്ള വാക്സിൻ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ആക്കം കൂടി. അങ്ങനെയാണ് 56-ൽ പോളിയോ വാക്സിൻ, കിൽഡ് വാക്സിനാണെന്നത്, സാൽക്ക് കിൽഡ് വാക്സിൻ കൊണ്ടുവന്നു. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിനായിരുന്നു. അതിനും വന്നു ചെറിയ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു, പോളിയോ വൈറസ് കിൽഡ് ആവുമ്പോഴാണ് വാക്സിൻ ആവുന്നത്. പക്ഷേ ഇതും വേവാനിത്തിരി പ്രശ്നമുണ്ടായി. ചിലയിടങ്ങളിൽ കൊടുത്തപ്പോൾ വാക്സിൻ, ഈ വൈറസ് ശരിയായ രീതിയിൽ നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് പാരാലിസിസ് വന്നു. ഇപ്പം ചരിത്രം അങ്ങനെയാണ്. തെറ്റുകൾ വരുത്തുകയും തിരുത്തുകയും ചെയ്ത് കൂടുതൽ മെച്ചമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ടേക്ക് പോകും. അപ്പം അങ്ങനെ കട്ടക് ഡിസാസ്റ്റർ എന്ന് പറയും.
പക്ഷെ അതുകൊണ്ടൊന്നും ആളുകൾ വാക്സിൻ വേണ്ടെന്ന് വെച്ചില്ല. വാക്സിൻ്റെ കുറ്റം പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോയി. 60കളിലെ തുടക്കത്തിലാണ് പോളിയോക്ക് മറ്റൊരു വാക്സിൻ വന്നത്. നമ്മളെല്ലാവർക്കും പരിചയമുള്ള വായിലൊഴിച്ചു കൊടുക്കുന്ന ഓറൽ പോളിയോ വാക്സിൻ, സാബൻസ് വാക്സിൻ എന്ന് പറഞ്ഞത് 60കളിലാണ് വന്നത്, 63 മറ്റും. അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ പോളിയോ വാക്സിൻ ഏറ്റെടുത്തു. ഈ കിൽഡ് വാക്സിൻ, സാൽക്ക് വാക്സിൻ ആണ് വികസിത രാജ്യങ്ങളിൽ പലതും ഏറ്റെടുത്തത്. അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ്, ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോളിയോ വാക്സിൻ. അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് വില കൂടുതലുള്ള ഇഞ്ചെക്റ്റബിൾ സാൽക്ക് വാക്സിനാണ് പല രാജ്യങ്ങളും എടുത്തത്. നമ്മൾ 78ലാണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയത്. അന്ന് നമ്മൾ എടുത്തത് ഓറൽ പോളിയോ വാക്സിനാണ് നമ്മൾ സ്വീകരിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞത് 50കളിലും 60കളിലുമായി പോളിയോ വാക്സിൻ വന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെ പ്രധാനപ്പെട്ട വാക്സിനുകൾ 3 വന്നു. 5-ാം പനിക്കെതിരെയുള്ള വാക്സിൻ, മീസിൽസ്, മംസ്, റുബെല്ല, ഈ 3 വാക്സിനുകളും 60കളിൽ വന്നു. അത് സംയോജിപ്പിച്ചുകൊണ്ട് MMR വാക്സിൻ, ഇപ്പോൾ 70-ന് മുമ്പ് തന്നെ ഈ വാക്സിനുകൾ വന്നിട്ടുണ്ട്, ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എത്രയായാലും ആ വാക്സിനുകൾക്കും സമയത്ത് തന്നെ ഏകദേശം ടൈഫോയിഡിനെതിരെയുള്ള വാക്സിനുകൾ കിൽഡ് വാക്സിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാക്സിനുകളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഭാരതത്തിൽ എക്സ്പാൻഡഡ് പ്രോഗ്രാം ഓഫ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ 78ൽ തുടങ്ങിയത്. അന്ന് തുടങ്ങുമ്പോൾ നമുക്ക് 6 പ്രധാന രോഗങ്ങൾക്കെതിരെയാണ് വാക്സിൻ തുടങ്ങിയത്. ഏതൊക്കെയാണ് പ്രധാന ഇത്? ക്ഷയരോഗം, അതിനെതിരെ BCG, ഡിഫ്തീരിയ, കൊക്കക്കൊര, പെർട്ടൂസിസ്, ടെറ്റനസ്, അതാണ് DPT എന്ന് പറയുന്നത്, ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടൈഫോയിഡിന് എതിരെ വാക്സിൻ, പിന്നെ പോളിയോ. അപ്പോൾ 6 വാക്സിനുകളാണ് രോഗങ്ങൾക്കെതിരെയാണ് അന്ന് വാക്സിൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏകദേശം 7 വർഷം കഴിഞ്ഞപ്പോൾ, സത്യത്തിൽ പറഞ്ഞാൽ കേരളത്തിലൊക്കെ അന്ന് ടെറ്റനസിൻ്റെ വാക്സിനേഷൻ പ്രഗ്നൻ്റ് ലേഡീസിന്, ഗർഭിണികൾക്കും കൂടി കൊടുത്തു. പക്ഷെ അത് 80-81 ആയി തുടങ്ങാൻ, 78ൽ തുടങ്ങിയില്ല. 85 ആകുമ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. മീസിൽസ് വാക്സിൻ, 5-ാം പനിക്കെതിരെയുള്ള വാക്സിൻ നമ്മൾ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം, ടൈഫോയിഡിൻ്റെ വാക്സിൻ എടുത്ത് മാറ്റി. ടൈഫോയിഡിൻ്റെ വലിയൊരു ഫലപ്രദമായിട്ടുള്ള വാക്സിനാണെന്ന് പറഞ്ഞുകൂടാ. ടൈഫോയിഡ് വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ മേലുവേദനയും പനിയൊക്കെ ഉണ്ടാവുമായിരുന്നു. 85-ൽ അതെടുത്ത് മാറ്റി മീസിൽസ്. അപ്പോൾ 6 രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകളുമായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പോയി. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ മറ്റു ചില വാക്സിനുകളും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. നമുക്കറിയാം, രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അതിനെതിരെയുള്ള വാക്സിൻ 80കളിൽ തുടങ്ങി. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ അത് ഏറ്റെടുത്തിട്ടില്ല. സ്വകാര്യ മേഖലയിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ ഏകദേശം 2006 ആവുമ്പോൾ സൗജന്യ പട്ടികയിൽ നമ്മൾ പെടുത്തി. ഞാൻ പറഞ്ഞ 78-ൽ തുടങ്ങി, 85-ൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇതൊക്കെ സർക്കാരിൻ്റെ മേഖലയിൽ സൗജന്യമായി കൊടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സമാന്തരമായി സ്വകാര്യ മേഖലയിൽ കാശ് കൊടുത്ത് ഉപയോഗിക്കുന്ന വാക്സിനുകൾ ചിലത് വന്നു. അതാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് വന്നു എന്ന് പറഞ്ഞത്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ഈ പട്ടികയിൽ 2006 ആകുമ്പോൾ പെടുത്തി, ചില ജില്ലകളിൽ മാത്രമായിട്ട്. അതുപോലെ തന്നെ അന്ന് ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള വാക്സിനുകളും അന്ന് ചില ഇടങ്ങളിൽ മാത്രമായിട്ട് തുടങ്ങി. കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2009 ആകുമ്പോഴത്തേക്ക് ജപ്പാൻ ജ്വരത്തിനുള്ള വാക്സിൻ കുറേയും കൂടി ജില്ലകളിൽ, നമ്മൾ കേരളത്തിൽ അന്ന് 2 ജില്ലകളിൽ, ഇന്നും അങ്ങനെ തന്നെയാണ്, ആലപ്പുഴയിലും തിരുവനന്തപുരത്തും നമ്മൾ ജപ്പാൻ ജ്വരത്തിനുള്ള വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിൻ പതിയെ പതിയെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മുഴുവനിടത്തേക്കും വ്യാപിപ്പിച്ചു. ഇപ്പം നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വാക്സിൻ കൊടുക്കപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ എടുത്തു പറയേണ്ടുന്ന ഒരു വാക്സിൻ പറഞ്ഞത് 2011 ഡിസംബറിൽ നമ്മൾ HIV വാക്സിൻ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയും. തലച്ചോറിൻ്റെ പഴുപ്പിനെതിരെയുള്ള വാക്സിനാണെന്ന് ആണ് പ്രചാരം. പക്ഷേ തലച്ചോറിനെതിരെ, പഴുപ്പിനെതിരെ എന്ന് പറയുന്നതിന് ഒരുപാട് രോഗാണുക്കളുണ്ട്.
അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നിനെതിരെയാണെന്ന് പറയാം. ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവാണ്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടൊരു വാക്സിനാണ് ഇത്. 2011 ഉപയോഗിക്കുമ്പോൾ ഒരു കോമ്പിനേഷനിലാണ് ഉപയോഗിച്ചത്. എന്താണ്? നമ്മുടെ DPT ട്രിപ്പിൾ വാക്സിൻ ഉണ്ടല്ലോ, 3 എണ്ണം, അതിനോടൊപ്പം ഹെപ്പറ്റൈറ്റിസ് ബിയും അതിനോടൊപ്പം HIV-യും. അതാണ് പെൻഡാവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഈ പെൻഡാവാലന്റ് വാക്സിൻ അതിന് 10-20 കൊല്ലം മുമ്പേ സ്വകാര്യ മേഖലയിലുണ്ട്. നമ്മൾ സൗജന്യമായിട്ട് ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് 2011 ഡിസംബറിലാണ്. നമ്മളിപ്പം 10 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് കണ്ടിരുന്ന മാതിരി മെനിഞ്ചൈറ്റിസ്, തലച്ചോറിൻ്റെ പഴുപ്പൊന്നും വളരെ കുറവേ കാണുന്നുള്ളൂ. ന്യൂമോണിയൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു. അതും കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ദേശീയ പ്രതിരോധ പട്ടികയ്ക്ക് സമാന്തരമായിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ മറ്റൊരു പട്ടിക, അതായത് സ്വകാര്യ മേഖലയിൽ സൗജന്യമായിട്ടല്ലാതെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറേയേറെ വാക്സിനുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സൗജന്യമായിട്ടുള്ളതല്ല. അതിൽ ചിക്കൻ ബോക്സിനെതിരെ വാരിസെല്ല വാക്സിൻ ഉണ്ടായിരുന്നു. ടൈഫോയിഡിനുള്ള വാക്സിനുകൾ കുറേയും കൂടി വില കൂടുതലുള്ളത് ഉണ്ടായിരുന്നു. ഭക്ഷണത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്ത ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വില കൂടുതലുള്ള പല വാക്സിനുകളും ഈ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് IAP ഷെഡ്യൂളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് സൗജന്യമായിട്ടുള്ള നമ്മളെ UIP ഷെഡ്യൂൾ എന്ന് പറയുന്ന നമ്മുടെ പട്ടികയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതിനിങ്ങോട്ട് 2011 കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാറ്റം ഉണ്ടായത് ഓറൽ പോളിയോ. പതിയെ നമ്മൾ വായിലൂടെ കൊടുക്കുന്ന പോളിയോ മാറ്റി ഇഞ്ചക്റ്റബിൾ പോളിയോയിലേക്ക് പോകണം എന്നുള്ള തീരുമാനമുണ്ട്. കാരണം ലോകത്ത് പോളിയോ നിർമ്മാർജ്ജനം എന്നൊരു ലക്ഷ്യവുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് കേസുകളെ പോളിയോ ഉള്ളൂ. ഇന്ത്യയിൽ 2011 കഴിഞ്ഞിട്ട് പോളിയോ ഉണ്ടായിട്ടില്ല. ലോകത്ത് 2 രാജ്യങ്ങളിലാണ് പോളിയോ ഉള്ളത് ഇപ്പോൾ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും. അത് തീരുന്നവരെയും നമ്മൾ വാക്സിനേഷൻ തുടരണം. അപ്പം അതിന് പതിയെ ഓറൽ പോളിയോ വാക്സിൻ മാറ്റി ഇഞ്ചക്റ്റബിൾ പോളിയോ ആക്കി മാറ്റണം എന്നുള്ള തീരുമാനമുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഇഞ്ചക്റ്റബിൾ പോളിയോ കൂടി ചേർത്തു. 2016 ഏപ്രിൽ 25 നമ്മൾ 2 കാര്യങ്ങൾ. ഒന്ന്, ബൈവാലന്റ് പോളിയോ, ഓറൽ പോളിയോ വാക്സിന് ചെറിയൊരു മാറ്റം വരുത്തി ഇഞ്ചക്റ്റബിൾ പോളിയോ തുടങ്ങി. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഇഞ്ചക്റ്റബിൾ പോളിയോ, ഓറൽ പോളിയോനൊപ്പം തന്നെ 6-14 ആഴ്ചകളിൽ വായിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയൊരു തോതിൽ ചെറിയൊരു സൂചി നമ്മൾ ഷോൾഡറിന് മുകളിൽ വെക്കുന്നുണ്ട്. ഇഞ്ചക്റ്റബിൾ സാൽക്ക് വാക്സിൻ, കിൽഡ് പോളിയോ വാക്സിൻ. ഇത് രണ്ടുമായിട്ടാണ് നമ്മളിപ്പോൾ തുടർന്ന് പോരുന്നത്. അതും കഴിഞ്ഞു ദേശീയ പ്രതിരോധ പട്ടികയിൽ മറ്റൊന്നും കൂടി വന്നു, റോട്ടാ വൈറസ് വാക്സിൻ. നമ്മളിപ്പോൾ ഏതാണ്ട് കൊറോണക്ക് വരുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പെയാണ് തുടങ്ങിയത്. വായിലൊഴിച്ചു കൊടുക്കുന്ന ഒരു വയറിളക്കത്തിനെതിരെയുള്ള വാക്സിൻ. അതും കഴിഞ്ഞു ഇതാ വന്നിരിക്കുന്നു കഴിഞ്ഞ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ. ന്യൂമോണിയ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗാണുവാണ് ന്യൂമോകോക്കൈ. അതിനെതിരെയുള്ള വാക്സിൻ. അതിൻ്റെ വില എത്രയായിരുന്നു? 3800 രൂപയോളമായിരുന്നു സിംഗിൾ ഡോസിന്. 4 ഡോസ് വേണം. നമ്മളെ കീശയിൽ ഒതുങ്ങുന്നതല്ല. പക്ഷേ നമുക്കിപ്പോൾ സൗജന്യമായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ 2 വാക്സിനുകൾ കേരളത്തിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ശരി പട്ടികയെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. അപ്പോൾ അതാണ് ഏറ്റവും പുതുതായിട്ട് നമ്മുടെ പ്രതിരോധ പട്ടികയിൽ വന്ന വാക്സിൻ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ദേശീയ പ്രതിരോധ പട്ടികയെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. വാക്സിൻ്റെ ചരിത്രം, വാക്സിൻ്റെ നാൾവഴികൾ, ഇന്നലെ വരെയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്.